ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ മധുരമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് കാര്യങ്ങൾ മാത്രം മതി. മാത്രമല്ല, നമ്മൾ തീ പോലും കത്തിക്കാതെയാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തീ കത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഓറിയോ ബിസ്ക്കറ്റ് ആണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പം പിന്നെ ചിലവർക്ക് ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതനുസരിച്ച് വേറെ ബിസ്ക്കറ്റ് എടുക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് പ്രത്യേകിച്ച് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനൊരു പ്രത്യേക രുചിയാണ്. അത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊട്ടിച്ച് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ അതൊന്ന് നടുവിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഒത്തിരി അങ്ങ് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മുതൽ 12 ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് 30 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അത് 30 സെക്കൻഡാണ് ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മിക്കതും പൊടിയായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് ഇങ്ങനെ ക്രഷ്ഡും ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ പൊടി, അതായത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടി ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ, ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് വിപ്പ് ക്രീം, ഞാനിവിടെ ഡബിൾ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ ക്രീം, ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം എന്നൊക്കെ പറയും. ഇതിന് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന അതേ ക്രീം തന്നെയാണ്. ആ ക്രീം എടുക്കുക. ഞാനിവിടെ 300 ml ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാനത് മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു ബൗളിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങളിപ്പോൾ ഒരു മിക്സിയിലൊക്കെയാണ് നിങ്ങളിത് ബീറ്റ് അല്ലെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് ഈ ഒരു ക്രീം ഫ്രീസറിനകത്ത് ഒരു മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 10 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ വെച്ചെന്നാൽ നല്ലതാണ്. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ അടിക്കാൻ പറ്റും. പക്ഷേ ഞാനിന്ന് ബീറ്റർ വെച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും ബീറ്ററിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഞാനത് ഫ്രീസറിനകത്ത് ഒന്നും ക്രീം വെക്കാറേ ഇല്ല. ഇപ്പോൾ ചിലവരുണ്ട് ബീറ്ററിൻ്റെ ബ്ലേഡും അതുപോലെ തന്നെ ക്രീമും ഒക്കെ ഫ്രീസറിനകത്ത് വെക്കാറുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വരാറില്ല. ഇത് എനിക്ക് എന്തുകൊണ്ടോ ഈ ഒരു ബീറ്ററിൻ്റെ ഗുണം കൊണ്ടാണോ എന്നറിയില്ല, ഇത് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതിനകത്ത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല, വാനില എസൻസ് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ക്രീമും അതുപോലെ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ കേക്കിനൊക്കെ ക്രീം ഉണ്ടാക്കുന്നത് പോലെ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു രീതിക്കല്ല നമ്മളിന്ന് ഈ ഒരു ക്രീം അടിച്ചെടുക്കാൻ പോകുന്നത്. ഇത് കുറച്ചൊരു വെള്ളം പോലെ എങ്ങനെ ഇരിക്കണം, ഒത്തിരി വെള്ളം പോലെയല്ല, ഞാനത് കാണിക്കാം. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പം ഞാനൊന്ന് നോക്കി കഴിഞ്ഞപ്പം ഇതാ കണ്ടില്ല, ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ അതൊന്ന് തിക്കാവാനുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. ഞാൻ ഒത്തിരി അങ്ങ് കുറച്ച് കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഇച്ചിരി വാട്ടറി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെയാണ് വേണ്ടിയതും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബീറ്റർ ഒന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിക്കാം, കുറച്ച് ക്ലോസപ്പിൽ കാണിക്കാം എന്താണെന്നുള്ളത്. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ സാധാരണ ഐസ്ക്രീമൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത്, ഒത്തിരി മെൽറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ചങ്ങ് ആകുമ്പോഴത്തേക്കുള്ള ഒരു ടെക്സ്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ക്രഷായിട്ട് കിടക്കുന്നതും ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പം ഇനിയിപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു 30 എന്നുള്ളത് ഒരു 40 സെക്കൻഡ് അടിച്ച് അതൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. നമുക്ക് ആ ഒരു ഓവറായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ലൂസായി വരും ഈ ഒരു ക്രീം. അപ്പം നമുക്ക് ഇത് വളരെ പതുക്കെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റെസിപ്പി എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം കുറച്ചും കൂടെ ഒന്ന് വാട്ടറി പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ നിർത്തിയതിനേക്കാളും കുറച്ച് നേരത്തെ മുന്നേ നിർത്തുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇതൊരു ചോക്ലേറ്റ് മൂസോ അല്ലെങ്കിൽ ഒരു ഓറിയോ മൂസോ ഒന്നുമല്ല. ഇത് ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ മെക്ഡോണൽഡ്സിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു മക്ഫ്ലറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. അതിന് കഴിച്ചവർക്കറിയാം അതൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ മക്ഫ്ലറി എന്ന് പറയുന്നത് ഇച്ചിരി വാട്ടറി പോലെയാണ് കിട്ടുക. പക്ഷെ ഞാനൊന്ന് ഒത്തിരി അങ്ങ് വെള്ളം പോലെ ഒന്നും എടുത്തൊന്നുമില്ല. കുറച്ചിങ്ങനെ നമുക്ക് വായിൽ ഇങ്ങനെ കഴിച്ചു എന്ന് തോന്നണമെന്നുള്ള രീതി ആയതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടോ അല്ലെങ്കിൽ ബൗളിനകത്തോട്ടോ ഒന്ന് മാറ്റി വയ്ക്കാം.
അപ്പോൾ അതാ ഞാൻ 2 ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബിസ്ക്കറ്റ് പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുക. അതോടൊപ്പം ഞാൻ ഒരു ഓറിയോ ബിസ്ക്കറ്റും കൂടെ ഇതുപോലെ സൈഡിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ ഒരു പാർട്ടിയുണ്ട്, പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തെന്നാൽ നല്ലതായിരിക്കും. ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കാനും പറ്റും, ഒപ്പം ഇത് ഈ ഒരു സംഭവം കഴിക്കാനും പറ്റും കേട്ടോ. രണ്ടും നമുക്ക് ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനപ്പോൾ അത് പല സൈഡുകളിലൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കി ഏതാ ഭംഗി എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ച് നന്നായിട്ട് തോന്നിയത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കുത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, തീ പോലും കത്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുക, ഈ ഒരു പൊടികളും ചേർക്കുക ബിസ്ക്കറ്റിൻ്റെ, അത്രയേ ഉള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അല്പം മധുരം ഇട്ട് കൊടുത്തെന്നാലും ഓക്കെയാണ്. പക്ഷെ നമുക്കറിയാം ഓരോ ബിസ്ക്കറ്റിനകത്ത് അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് മധുരം ചേർക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വന്ന് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.